എല്ലാവർക്കും പീക്ക് ലേണിംഗ്സിന്റെ മലയാളം വൊക്കാബുലറി സീരീസിലേക്ക് സ്വാഗതം. ഇന്ന് ആത്മകഥയുടെ 4ാമത്തെ ക്ലാസ് ആണ്. അപ്പം ആദ്യത്തെ 3 ഭാഗങ്ങൾ കാണാത്തവർ തീർച്ചയായിട്ടും പ്ലേലിസ്റ്റിൽ പോയി ക്ലാസ്സുകൾ കാണുക. അപ്പൊ നമുക്ക് ക്ലാസ് വിട്ട് കിടക്കാം. അപ്പൊ ഇന്ന് നമ്മൾ നോക്കുന്ന ആദ്യത്തെ ആത്മകഥയാണ് സമരമുഖത്ത്. ഈ സമരമുഖത്ത് എന്നത് പാല നാരായണൻ നായരുടെ ആത്മകഥയാണ്. അപ്പൊ നമുക്കറിയാം അല്ലെ, പാല നാരായണൻ നായർ ഒരു കവിയായിരുന്നു എന്നൊരു കാര്യം. അപ്പം ഒരു കവിയുടെ ആത്മകഥയ്ക്ക് ചേർന്നൊരു ടൈറ്റിൽ ആണോ എന്ന് നമ്മൾ ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും, സമരമുഖത്ത് എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇതിന്റെ കഥയുണ്ട്. അദ്ദേഹം 2ാം ലോക മഹായുദ്ധം നടക്കുന്ന സമയത്ത് ഒരു പട്ടാളക്കാരനായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്, ഇന്ത്യയിലും ബർമയിലും ഒക്കെ ആയിട്ട്. അപ്പം ഈ സമയത്തെ അദ്ദേഹത്തിന്റെ പട്ടാള ജീവിതത്തിലെ ഓർമ്മകൾ എല്ലാം ചേർത്തിണക്കിയുള്ള ഒരു ആത്മകഥയാണ്. ആ സമയത്ത് ഒരു പട്ടാള ജീവിതം പ്രമേയമാക്കിയുള്ള അദ്ദേഹത്തിന്റെ ആത്മകഥ എന്ന് വേണം പറയാം. അന്നത്തെ അനുഭവങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ആത്മകഥയാണ് ഈ സമരമുഖത്ത് എന്നത്. അടുത്താണ് അരങ്ങ് കാണാത്ത നടൻ. ഇത് തിക്കൊടിയന്റെ ആത്മകഥയാണ്. തിക്കൊടിയൻ എന്നത് ഒരു തൂലികാനാമമാണ്. തിക്കൊടിയന്റെ യഥാർത്ഥത്തിലുള്ള നാമം പി കുഞ്ഞനന്ദൻ നായർ എന്നതാണ്. അദ്ദേഹത്തിന്റെ നാടാണ് തിക്കൊടി. അപ്പം അദ്ദേഹത്തിന്റെ നാടിന്റെ പേര് ചേർത്തുള്ള ഒരു തൂലികാനാമമാണ് അദ്ദേഹം സ്വീകരിച്ചത്. അങ്ങനെയാണ് തിക്കൊടിയൻ എന്ന് പേര് വന്നത്. അരങ്ങ് കാണാത്ത നടൻ എന്ന തിക്കൊടിയന്റെ ഈ ആത്മകഥ MTയുടെ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം എഴുതിയൊരു ആത്മകഥയാണ്. ഈ ആത്മകഥയ്ക്ക് 1995 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവും അതോടൊപ്പം തന്നെ ആ വർഷം വയലാർ രാമവർമ്മ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. അടുത്തത് NN പിള്ളയുടെ ആത്മകഥയാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരാണ് ഞാൻ. അപ്പോൾ NN പിള്ള എന്ന് പറയുന്നത് നാടകാചാര്യനായ NN പിള്ളയുടെ കാര്യമാണ്. ഓംചേരി NN പിള്ളയല്ല. അപ്പൊ അവര് തമ്മിൽ മാറിപ്പോകരുത് കേട്ടോ. ഇത് നാടകാചാര്യനായ NN പിള്ളയുടെ ആത്മകഥയാണ് ഞാൻ എന്നത്. ഇദ്ദേഹമാണ് ഗോഡ് ഫാദർ സിനിമയിൽ 500ന്റെ കഥാപാത്രം ചെയ്തത്. തൂലികാനാമത്തിന്റെ ക്ലാസ്സിൽ നമ്മൾ ഓംചേരി NN പിള്ളയുടെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പൊ ആ ക്ലാസ് കാണാത്തവർ തീർച്ചയായിട്ടും ആ ക്ലാസ് കാണുക. തൂലികാനാമത്തിന്റെ 3ാമത്തെ ഭാഗത്തിലാണ് നമ്മൾ NN പിള്ളയുടെ കാര്യം ഡിസ്കസ് ചെയ്തത്. അപ്പോ ഞാൻ എന്ന ആത്മകഥ NN പിള്ളയുടേതാണെന്ന് നമ്മൾ കണ്ടു. എന്നാൽ ഒരു ഞാൻ കൂടിയുണ്ട്. CV കുഞ്ഞിരാമന്റെ ആത്മകഥയും ഞാൻ എന്ന് തന്നെയാണ് അതിന്റെ പേര് വരുന്നത്. നവോത്ഥാന നായകൻ, കവി, വിമർശകൻ, അതോടൊപ്പം തന്നെ കേരള കൗമുദിയുടെ സ്ഥാപകൻ എന്നീ നിലകളിലെല്ലാം പ്രസിദ്ധനായ വ്യക്തിയാണ് CV കുഞ്ഞിരാമൻ. അപ്പൊ നിങ്ങൾക്ക് ആളെ ഒന്ന് പിടികിട്ടി കാണും. കേരള നവോത്ഥാനം പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഇദ്ദേഹത്തെ പറ്റി പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ. അന്ന് കാലത്ത് നിലനിന്നിരുന്ന പല ജാതീയ അനാചാരങ്ങൾക്കെതിരെ അദ്ദേഹം തന്റെ കൃതികളിലൂടെ വിമർശിച്ചു. ഈഴവർക്ക് വേണ്ടി മയ്യനാട് ഗ്രാമത്തിൽ വെള്ളമണൽ എന്ന പേരിൽ വിദ്യാലയം ആരംഭിച്ചത് ഇദ്ദേഹമാണ്. അപ്പൊ ഈ ഒരു അഡീഷണൽ ആയിട്ട് കാര്യങ്ങളും കൂടെ നിങ്ങളൊന്ന് ഓർമ്മയിൽ വെച്ചോളുക. അടുത്ത ആത്മകഥയാണ് ജീവിതവും ഞാനും. നോവലിസ്റ്റ്, നാടകകൃത്ത് എന്നീ നിലകളിലൊക്കെ പ്രസിദ്ധനായിരുന്ന K സുരേന്ദ്രന്റെ ആത്മകഥയാണ് ജീവിതവും ഞാനും. പോപ്പ് നോവലുകൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള നോവലുകൾ മലയാളത്തില് ഇൻട്രൊഡ്യൂസ് ചെയ്ത ചില നോവലിസ്റ്റുകളിൽ ഒരാളായിരുന്നു K സുരേന്ദ്രൻ എന്ന നോവലിസ്റ്റ്. അടുത്താണ് എന്നിലൂടെ. ബാലസാഹിത്യകാരൻ, കവി എന്നിങ്ങനെ എല്ലാം അറിയപ്പെടുന്ന അതിയാരത്ത് കുഞ്ഞുണ്ണി നായർ എന്ന നമ്മുടെയൊക്കെ കുഞ്ഞുണ്ണി മാഷിന്റെ ആത്മകഥയാണ് എന്നിലൂടെ. ഇദ്ദേഹത്തിന് കുട്ടേട്ടൻ എന്നൊരു തൂലികാനാമം കൂടിയുണ്ട്. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന്റെ ബാലപംക്തിയിൽ എഴുതാനായിട്ട് ഇദ്ദേഹം സ്വീകരിച്ചിരുന്ന പേരായിരുന്നു കുട്ടേട്ടൻ എന്നത്. അപ്പൊ കുട്ടേട്ടൻ എന്ന പേരിൽ വേറെ ഒരു എഴുത്തുകാരൻ കൂടി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടെ ഒന്ന് ഓർക്കണം. അദ്ദേഹത്തിന്റെ പേരാണ് V പുരുഷോത്തമൻ നായർ. അടുത്താണ് തുടിക്കുന്ന താളുകൾ. ചങ്ങമ്പുഴ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ആത്മകഥയാണ് തുടിക്കുന്ന താളുകൾ. ഇപ്പൊ നമ്മുടെ പരീക്ഷയിലൊക്കെ തുടിക്കുന്ന താളുകൾ ആരുടെ ആത്മകഥയാണ് എന്നാണ് ചോദിക്കാറുള്ളത്. എന്നാൽ ഈ ആത്മകഥയുടെ പൂർണ്ണ നാമം ഇങ്ങനെയാണ്: തുടിക്കുന്ന താളുകൾ, ഡയറിക്കുറിപ്പുകളും അപൂർണമായ ആത്മകഥയും എന്നത്. മലയാളത്തിലെ കാൽപ്പനിക കവികളിൽ ഒരാളായിരുന്നു ചങ്ങമ്പുഴ. രമണൻ എന്ന കവിതയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട കൃതി. അദ്ദേഹത്തിന്റെ സുഹൃത്ത് ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ മരണത്തിൽ എഴുതപ്പെട്ട ഒരു വിലാപ കാവ്യമാണ് ഈ കവിത.